ഹായ് ഓൾ, ഞാൻ ഡോക്ടർ അസ്ലക്. ഈ കാണുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഞാൻ എൻ്റെ MBBS പഠനം പൂർത്തിയാക്കിയത്. കഴിഞ്ഞ 4 വർഷമായി നീറ്റ് എൻട്രൻസ് ഫീൽഡിലെ ബയോളജി അധ്യാപകനാണ്. ഞാൻ എഡ്യൂപോർട്ടിൽ പഠിപ്പിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മഞ്ചേരി മെഡിക്കൽ കോളേജിലൊക്കെ എൻ്റെ ജൂനിയേഴ്സായിട്ട് പഠിക്കുന്നുണ്ട്. ഓരോ നീറ്റ് ആസ്പിരൻറ്റിനും ഒരു കഥയുണ്ടാകും. ബുദ്ധിമുട്ടിൻ്റെ, കഷ്ടപ്പാടിൻ്റെ, സാക്രിഫൈസിൻ്റെ, ഡിസിപ്ലിൻ്റെ കഥകൾ. ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എൻ്റെ കഥയാണ്, മൈ നീറ്റ് സ്റ്റോറി. നീറ്റ് 2017 എൻ്റെ റാങ്ക് വരുന്നത് 2 ലക്ഷത്തിനപ്പുറമായിരുന്നു. ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്ത് നീറ്റ് 2018 എൻ്റെ റാങ്ക് വന്നത് 2 ഡിജിറ്റോ 3 ഡിജിറ്റോ 4 ഡിജിറ്റോ അല്ല, 5 ഡിജിറ്റ് റാങ്ക് ആയിരുന്നു. 11,000-നുള്ളിൽ, അതായത് 10,800 സംതിങ് ആയിരുന്നു എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത്. അതായത് ഞാൻ നീറ്റ് ലെവലിൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്. അങ്ങനെ റാങ്ക് വന്നതിന് ശേഷം ഞാൻ നമ്മുടെ ലാസ്റ്റ് റാങ്കൊക്കെ പഠിക്കാൻ തുടങ്ങി. നമുക്ക് സീറ്റ് കിട്ടുമെന്ന് അറിയണ്ടേ. കേരള റാങ്ക് വന്നത് 1537 അപ്പോൾ കേരളത്തിൽ കിട്ടാനുള്ള സാധ്യത വളരെ ഡിമ്മാന്ന് മനസ്സിലായി. ഓൾ ഇന്ത്യയെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു 12,000 വരെയൊക്കെ ഓൾ ഇന്ത്യയിൽ കയറാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലായി. ഓൾ ഇന്ത്യ സെക്കൻഡ് റൗണ്ട് വരുമ്പോഴേക്കും മിക്കവാറും എനിക്കൊരു സീറ്റ് കിട്ടേണ്ടതാണ്. ഓൾ ഇന്ത്യ ഫസ്റ്റ് റൗണ്ടിൽ സാധ്യതകളും ഇല്ല. ഓൾ ഇന്ത്യ സെക്കൻഡ് റൗണ്ടിൽ കിട്ടാൻ ചാൻസ് ഉള്ള സ്റ്റേറ്റുകൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റാണ്. അവിടുത്തെ സീനിയേഴ്സിനൊക്കെ അന്ന് ഫേസ്ബുക്കിൽ മെസ്സേജ് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അങ്ങനെ ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് റൗണ്ട് വന്നു. സ്വാഭാവികമായിട്ടും എവിടെയും അലോട്ട്മെൻ്റ് ഇല്ല. പിന്നെ വരുന്നത് കേരളത്തിൻ്റെ ഫസ്റ്റ് റൗണ്ടാണ്. കേരളത്തിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം തൊട്ട് താഴെ ഞാൻ 1-2 പ്രൈവറ്റ് കോളേജുകൾ കൊടുത്തിരുന്നു. എനിക്ക് അഡ്മിഷൻ അലോട്ടായത് പരിയാരം മെഡിക്കൽ കോളേജിലാണ്. അന്ന് പരിയാരം മെഡിക്കൽ കോളേജ് പ്രൈവറ്റാണ്, ഇന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കണ്ണൂരാണ്. അവിടെ ഫീസ് വരുന്നത് 5.5 ലക്ഷം രൂപയാണ്. അത് ട്യൂഷൻ ഫീ ആണ് 5.5 ലക്ഷം എന്ന് പറയുന്നത്. പരിയാരത്ത് കിട്ടിയപ്പോൾ അവർ പറഞ്ഞു അഡ്മിഷൻ ലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഫീസ് അടയ്ക്കണം, 5.5 ലക്ഷം രൂപ അവിടെ കൊണ്ടുപോയി കെട്ടി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, 5.5 ലക്ഷം എന്ന് പറഞ്ഞാൽ ട്യൂഷൻ ഫീ മാത്രമാണ്. മെസ് ഫീ ഉണ്ട്, ഹോസ്റ്റൽ ഫീ ഉണ്ട്, പിന്നെ നമുക്ക് PTA ഫണ്ട് ഉണ്ടാവും, പിന്നെ ബുക്കൊക്കെ മേടിക്കണം, ഡ്രസ്സ് മേടിക്കണം, പിന്നെ മെസ്സിലെ ഫുഡ് മാത്രമല്ല നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കും. അങ്ങനെ ഒരു 5 വർഷത്തേക്ക് ഇതെല്ലാം കൂട്ടി വരികയാണെങ്കിൽ ഒരു 3/4 കോടിയോളം രൂപ ചിലപ്പോൾ നമ്മളെ പഠനത്തിനായിട്ട് ആവശ്യം വരും. പാരൻസിന് കയ്യിൽ അത്രയും സേവിങ്സ് ഇല്ല. അത്രയും വലിയൊരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഫാമിലിയിൽ നിന്നും അല്ല വരുന്നത്. അപ്പം ഈ വീഡിയോ കാണുന്ന പലരും, അധിക പേരും അത്രയും വലിയൊരു ഫിനാൻഷ്യൽ എമൗണ്ട് താങ്ങാൻ പറ്റിയവരായിരിക്കില്ല, നമുക്കെല്ലാവർക്കും അറിയാം. ആ സമയത്താണ് നമ്മൾ സഹായങ്ങൾ ചോദിക്കുന്നത്, ഫാമിലിയോടും ഫ്രണ്ട്സിനോടൊക്കെ ഫിനാൻഷ്യൽ ഹെൽപ്പ് ചോദിക്കുക എന്ന് പറയുമ്പോൾ അത് അത്ര ഒരു രസകരമായിട്ടുള്ളൊരു കാര്യമല്ല. അന്ന് എനിക്കുണ്ടായ 2 അനുഭവങ്ങളെ അങ്ങോട്ട് ഷെയർ ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു നീറ്റ് ആസ്പിരൻറ്റിനോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആസ്പിരൻറ്റിനോട് ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഗോളിനെ സാക്രിഫൈസ് ചെയ്യാൻ ഒരിക്കലും അവരുടെ അഡ്വൈസ് ചെയ്യരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്നോട് പലരും പറഞ്ഞു, നിൻ്റെ റാങ്കിന് നിനക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ BDS കിട്ടും, ഗവൺമെൻറ് സീറ്റ് കിട്ടും, ഇത്രയും പൈസ ഒന്നും കൊടുക്കാതെ അവിടെ പോയി പഠിച്ചിട്ടെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. BDS മോശമായതുകൊണ്ടല്ല കേട്ടോ, എൻ്റെ പാഷൻ MBBS ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു ആസ്പിരൻറ്റിന് ഒരിക്കലും അവരുടെ ഗോളിനെ സാക്രിഫൈസ് ചെയ്യാൻ നിങ്ങൾ പറയരുത്. നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പൈസ ഇല്ല എന്ന് പറയാം, പക്ഷേ ഗോളൊന്ന് സാക്രിഫൈസ് ചെയ്തൂടെ എന്ന് ചോദിക്കാൻ പാടില്ല. അത് അവർ സ്വന്തം തീരുമാനം എടുക്കുന്നതിൽ കുഴപ്പമില്ല. നമ്മളൊരാളും അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം അതൊരു ആസ്പിരൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും അങ്ങനെ ഒരു സജഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം, കോഴിക്കോട് മാനാഞ്ചിറ അടുത്ത് SBIയുടെ വലിയൊരു ബ്രാഞ്ച് ഉണ്ട്. അവിടെ ഞാൻ ഒറ്റയ്ക്ക് പോയി ലോണിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. എഡ്യൂക്കേഷൻ ലോണാണല്ലോ നമ്മുടെ മുന്നിൽ മറ്റൊരു മാർഗ്ഗമുള്ളത്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇത്ര %ഒക്കെയാണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലൊക്കെ നമ്മൾ ഇൻട്രസ്റ്റ് ഒക്കെ ഇടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈട് വേണം. അതായത് നമ്മുടെ പാരൻസിന് ഇത്രയും കാലത്ത് സേവിങ്സ് ആയ വീടിൻ്റെ ആധാരം അവിടെ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ ഞാൻ ആലോചിച്ചു, വീടിൻ്റെ ആധാരമൊക്കെ വെച്ച് ഫസ്റ്റ് ഇയർ ഞാൻ എങ്ങനെയാണ് സമാധാനത്തോടെ പഠിക്കുക? പരിയാരം മെഡിക്കൽ കോളേജിൽ പൈസ കൊടുത്തേ മതിയാവും, അല്ലെങ്കിൽ നമ്മൾ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താകും. അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ അലോട്ട്മെൻറ്റിന് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അങ്ങനെ ഫാമിലി സഹായിച്ചു, ഫ്രണ്ട്സും കുറച്ച് പേരൊക്കെ സഹായിച്ചു. ആ ഒരു എമൗണ്ട് നമ്മൾ പരിയാരത്ത് കൊണ്ടുപോയി അടച്ചു. നമ്മുടെ പാരൻസിൻ്റെ ഇത്രയും കാലത്തെ സേവിങ്സ് ഒക്കെ 4-5 നോട്ടുകെട്ടുകളായി മാറുകയാണ് ആ സമയത്ത്. അങ്ങനെ അതവിടെ കൊണ്ടുപോയി അടച്ചു. ഇനി ആകെയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ സെക്കൻഡാണ്. കാരണം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ എവിടെയെങ്കിലും എനിക്ക് സീറ്റ് കിട്ടുമല്ലോ, അതാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ഓൾ ഇന്ത്യ സെക്കൻഡ് റൗണ്ടിൻ്റെ റിസൾട്ട് വരികയാണ്. ഇനി ആകെയുള്ളത് ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ടാണ്. മെയിൽ എടുക്കുന്നു, PDF നോക്കുന്നു. അപ്പോൾ ആദ്യം വരെ ലാസ്റ്റ് റാങ്കിൻ്റെ PDF ആണ്. അതിൽ 12,000-നപ്പുറം കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി, കാരണം എൻ്റെ റാങ്ക് അതിലിപ്പുറത്തല്ലേ, അപ്പോൾ എനിക്ക് എന്തായാലും സീറ്റ് കിട്ടിയിട്ടുണ്ടാവും ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ നമ്മുടെ റിസൾട്ട് മെയിലായിട്ട് വരുന്ന സമയത്ത് ഓപ്പൺ ചെയ്തപ്പോൾ അതിലുണ്ട്, നിങ്ങൾക്ക് കോളേജ് അലോട്ട് ആയിട്ടുണ്ട്, മദ്രാസ് മെഡിക്കൽ കോളേജിൻ്റെ BDS ആണ് കിട്ടിയത്. ശരിക്കും ആ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ BDS ഒറ്റ കോളേജും കൊടുത്തിട്ടില്ല, മൊത്തം MBBS ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആകെ എന്താ പറയുക, തകർന്ന പോലെ. കാരണം അത്രയും കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസാനത്തെ മാർഗ്ഗമായിരുന്നു ആ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ്. അത് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ മെയിലിൽ പോയിട്ട് നമ്മൾ ലോക്ക് ചെയ്ത എല്ലാ ഓപ്ഷൻസും നമുക്കന്ന് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അയച്ചു തരുമായിരുന്നു. അതിൽ നോക്കിയപ്പോൾ 21ാമത്തെ ഓപ്ഷനിൽ ഞാനൊരു BDS കൊടുത്തിട്ടുണ്ട്. എല്ലാ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ ചെയ്ത് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ ആരും ഒന്നും പറയാനില്ല. എല്ലാം ഞാനാണ് ചെയ്തത്. ഓപ്ഷൻ സെറ്റ് ചെയ്തതും ലോക്ക് ചെയ്തൊക്കെ ഞാനാണ്. അപ്പോൾ അതുകൊണ്ട്
എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ് ആ 21st ഓപ്ഷനിൽ ഞാനൊരു BDS മാർക്ക് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് വേറെ ആരോടും പരാതി പറയാനില്ല. ആ കടബാധയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഞാൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. വല്ലാതെ തകർന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. പിന്നെ ഒന്നും ചെയ്യാനില്ല, ഇനി ആകെയുള്ളത് കേരള സെക്കൻഡ് റൗണ്ടും കൂടി നോക്കുക എന്നുള്ളതാണ്. അങ്ങനെ തകർന്നിരിക്കുമ്പോഴാണ് കേരളയുടെ സെക്കൻഡ് റൗണ്ട് വരുന്നത്. ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരുപാട് പേര് ഓൾ ഇന്ത്യയിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ചിലപ്പം ഏതെങ്കിലും പാലക്കാട് മെഡിക്കൽ കോളേജിലോ മഞ്ചേരി മെഡിക്കൽ കോളേജിലോ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു സീറ്റ് കിട്ടാം എന്ന പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കേരളത്തിൻ്റെ സെക്കൻഡ് റൗണ്ട് വരുന്ന ദിവസമായി. സെക്കൻഡ് റൗണ്ട് വരുന്ന എന്നത്തെയും പോലെ ആദ്യം ലാസ്റ്റ് റാങ്ക് വരുന്നു. ലാസ്റ്റ് റാങ്കിൻ്റെ PDF ഓപ്പൺ ചെയ്യുന്നു. ആ PDF ഓപ്പൺ ചെയ്തപ്പം അതിൽ പാലക്കാട് മെഡിക്കൽ കോളേജിലാണ് അവസാനമായിട്ട് ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ലാസ്റ്റ് റാങ്ക് നോക്കുമ്പം 1536. എൻ്റെ റാങ്ക് 1537. അതായത് കേരളത്തിൽ ഞാനൊഴികെ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാലം ഒരുപാട് ലാസ്റ്റ് റാങ്ക് നോക്കിയപ്പം അതിന് തൊട്ടിപ്പുറത്തൊരാൾ ജീവിക്കുന്നുണ്ടെന്ന് എനിക്കന്ന് നല്ലോണം മനസ്സിലായി. അയാളുടെ വികാരം അന്ന് മനസ്സിലായി. 1537. വല്ലാതെ നമ്മൾ തകർന്നു പോകുന്നൊരു മൊമെൻ്റാണ്. ആ റിസൾട്ട് കണ്ടപ്പം ശരിക്കും തകർന്നു പോകുന്നതിന് പകരം മുഖത്തൊരു ചിരിയാണ് വന്നത്. കാരണം ഇത്രയൊക്കെ ട്വിസ്റ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല വാർത്ത ഉണ്ടാവുമെന്ന് മനസ്സ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. ഇനി ആകെയുള്ളത് സ്പോട്ട് അഡ്മിഷനാണ്. ഓൾ ഇന്ത്യയുടെ ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞു, കേരളത്തിൻ്റെ ഫസ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു, ഇനി സ്പോട്ടേ ഉള്ളൂ. 2018 ഓൾ ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നില്ല, സ്പോട്ട് അഡ്മിഷൻ ഉണ്ടായിരുന്നില്ല. ബാക്കി വരുന്ന സീറ്റുകൾ സ്റ്റേറ്റിന് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ സ്പോട്ടിന് വെയിറ്റ് ചെയ്യാണ്. ആ ഒരു സമയത്താണ് പ്രളയവും നടക്കുന്നത് 2018. അന്ന് വീട്ടിലൊക്കെ വെള്ളം കയറി, ഞങ്ങൾ താമസമൊക്കെ തറവാട്ടിലേക്ക് മാറ്റി, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കാലമാണ്. അപ്പോൾ ആ സമയത്ത് സ്പോട്ടിന് നോട്ടിഫിക്കേഷൻ വരുന്നു. അങ്ങനെ സ്പോട്ടിന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കേരളത്തിൽ 4 മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് ബാക്കിയുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 1 സീറ്റ്, എറണാകുളം മെഡിക്കൽ കോളേജിൽ 2 സീറ്റ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 1 സീറ്റ്. ഈ 4 കോളേജുകളിൽ സീറ്റ് ബാക്കിയാണ്. എനിക്ക് മുകളിൽ എല്ലാവർക്കും കേരളത്തിൽ സീറ്റ് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ഇനി തിരഞ്ഞെടുക്കുന്ന കോളേജ് എനിക്ക് കിട്ടും. ശരിക്കും ഞാൻ രാജാവായിട്ട് മാറുകയാണ്. ഇനി ഈ രാജാവിന് ആ കിരീടം അണിയാൻ വേണ്ടിയുള്ളത് സ്പോട്ട് അഡ്മിഷനാണ്. അതിനു വേണ്ടിയാണ് നമ്മളിനി പോണത്. ഇനിയുള്ളത് സ്പോട്ട് അഡ്മിഷനാണ്. അതായത് ഞാൻ ഏത് കോളേജ് തിരഞ്ഞെടുത്താലും എനിക്കത് കിട്ടും എന്നുള്ള അവസ്ഥ. അങ്ങനെ സ്പോട്ട് നോട്ടിഫിക്കേഷന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. സ്പോട്ടിന് നോട്ടിഫിക്കേഷൻ വരുന്നു. നോട്ടിഫിക്കേഷൻ വന്നു. ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തപ്പം സ്പോട്ട് പോസ്റ്റ്പോൺ ചെയ്യാണ്, ഫ്ലഡ് കാരണം. ആ ടിക്കറ്റിൻ്റെ പൈസയൊക്കെ പോയി. വെയിറ്റ് ചെയ്യുന്നു. എഗെയിൻ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വരുന്നു, ടിക്കറ്റ് എടുക്കുന്നു, സ്പോട്ട് പോസ്റ്റ്പോൺ ചെയ്യുന്നു. ഇങ്ങനെ ഒരു 3 തവണയോളം സ്പോട്ടിന് പോസ്റ്റ്പോണിങ് ഉണ്ടായി. അതിലൊരു തവണ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിന് കാത്തു നിൽക്കുമ്പോഴാണ് സ്പോട്ട് പോസ്റ്റ്പോൺ ചെയ്യുന്നത്. അങ്ങനെ അവസാനം 4ാമത്തെ തവണയാണെന്ന് എൻ്റെ ഓർമ്മ, സ്പോട്ടിന് ഒരു ഫൈനൽ കൺഫർമേഷൻ വരുന്നു. ഞാനും ഉപ്പയും കൂടി തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അന്ന് തിരുവനന്തപുരത്ത് രാത്രിയാണ് എത്തുന്നത്. തൊട്ടടുത്ത ദിവസമാണ് സ്പോട്ട്, രാവിലെയാണ് സ്പോട്ട്. അപ്പോൾ അവിടെ റൂമെല്ലാം ബുക്ക്ഡാണ്. സ്പോട്ടിന് ഒരുപാട് വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ രോഗികൾക്ക് മാത്രമായി വാടകയ്ക്ക് കൊടുക്കുന്ന 1-2 ചെറിയ റൂമുകളുണ്ട്. അവിടെ ഒരു ദിവസം രാത്രി സ്പെൻഡ് ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് സ്പോട്ടിന് ചെല്ലുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് സ്പോട്ട് നടക്കുന്നത്. ഞാൻ അവിടെ ചെല്ലുന്നു. ഉപ്പ ഭയങ്കര പ്രാർത്ഥനയിലാണ്. എനിക്കാണ് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് കിട്ടും. കാരണം എൻ്റെ മുകളിൽ ഇനി ആരും ഇല്ലല്ലോ. 1537 അസ്ലക് എന്ന് പേര് വിളിക്കുന്നു. ചെല്ലുന്നു. മഞ്ചേരി അഡ്മിഷൻ ആയിട്ടുണ്ടെന്ന് അവർ പറയുന്നു. കാരണം ഞാൻ മഞ്ചേരിയാണ് മുകളിൽ കൊടുത്തത്. ഈ ഉണ്ടായിരുന്ന 4 കോളേജുകളിൽ ആലപ്പുഴ എടുത്താൽ മതി എന്നോട് ഒരുപാട് പേര് പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആയിരുന്നു മഞ്ചേരി. വീടിനടുത്താണ്, നാടിനടുത്താണ്, വീട്ടിലേക്ക് പെട്ടെന്ന് പോയെത്താലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ മഞ്ചേരി ചൂസ് ചെയ്തു. 4.5 കൊല്ലം ഇവിടെ പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴും ഞാൻ ആ ചോയ്സിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. ആ ഒരു തീരുമാനം എടുത്താൽ എനിക്ക് ഇതുവരെ ഖേദിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ മഞ്ചേരി അഡ്മിഷൻ കിട്ടുന്നു. അന്ന് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് തിരിച്ച് AC ട്രെയിനിലൊക്കെയാണ് തിരിച്ചു വരുന്നത്. കാരണം 5.5 ലക്ഷം രൂപ, 5.5 × 4 അല്ലെ, എത്ര ലക്ഷം രൂപ ലാഭിച്ചു. ഇനി 23,000 30,000 രൂപ ഫീസും എടുത്താൽ മതി ഒരു വർഷം. അതുകൊണ്ട് AC ടിക്കറ്റൊക്കെ എടുത്ത് തിരിച്ചു വരികയാണ്. അങ്ങനെ മഞ്ചേരി തിരിച്ചെത്തിയപ്പം ഇവിടെ വൈറ്റ് കോട്ട് സെറിമണിയാണ്. അതായത് നമ്മുടെ ആ കോട്ടൊക്കെ ഇട്ട് തരുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കോട്ടൊക്കെ ഇട്ട് തരുന്നു, റോസാപ്പൂ ഉണ്ട്, ഒരു ഓത്തൊക്കെ പറഞ്ഞ് നേരെ ഹോസ്റ്റലിലേക്ക് ചെല്ലുകയാണ്. അന്ന് വൈകുന്നേരം ഒരു ന്യൂസ്, സ്പോട്ട് ക്യാൻസൽഡ്. എന്താ പറയുക, ആ കിട്ടിയ സീറ്റ് പിന്നെയും കയ്യിൽ നിന്ന് പോയി. അങ്ങനെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ കുറച്ച് പങ്കെടുത്തിരുന്ന സ്പോട്ടിൽ അവരുടെ അഫിലിയേഷൻ പോയതുകൊണ്ടാണ് സ്പോട്ട് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. അങ്ങനെ വീണ്ടും എൻട്രൻസ് കമ്മീഷൻ്റെ ഓഫീസിലേക്ക് നിരന്തരമായി വിളിക്കാൻ തുടങ്ങി. ഒരു 10-25 തവണ വിളിച്ചാൽ ഒരു 3 പ്രാവശ്യം ഫോൺ എടുക്കും. അതിലൊരാൾ പറയും നിങ്ങൾ വരണ്ട, നിങ്ങൾക്ക് ഗവൺമെൻറ്റല്ലേ കിട്ടിയത്. ഒരാൾ പറയും ചിലപ്പോൾ നിങ്ങൾ വരേണ്ടി വരും, കാരണം സ്പോട്ട് അങ്ങനെയാണ്. അങ്ങനെ ആകെ ടെൻഷനുള്ള അവസ്ഥ. കാരണം ഞാനെങ്ങാനും അവിടെ ചെന്നിട്ടില്ലെങ്കിൽ എൻ്റെ തൊട്ട് താഴെയുള്ള കുട്ടിക്ക് എൻ്റെ സീറ്റ് പോകുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ രാത്രി കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ പോകുന്നു. ബസ്സൊക്കെ ഫുള്ളാണ്.
റെയിൽവേ സ്റ്റേഷനിൽ അന്വേഷിക്കുന്നു, ടിക്കറ്റൊക്കെ ബുക്ക്ഡ് ആണ്. കാരണം തൊട്ടടുത്ത ദിവസമാണ് സ്പോട്ട് വരുന്നത്, തിരുവനന്തപുരം എത്തിയേ പറ്റൂ. അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറുന്നു, TTE കണ്ട് കാര്യം പറയാം, എന്തെങ്കിലും ഫൈൻ എന്തെങ്കിലും കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ട്രെയിനിൽ കയറി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കയറി രണ്ടാമത്തെ സ്റ്റോപ്പ് ഫറോക്കാണ്. അവിടെ എത്തുന്നതിന് തൊട്ട് മുന്നേ എൻട്രൻസ് കമ്മീഷണർ വെബ്സൈറ്റിൽ ഒരു PDF വന്നു, സ്പോട്ടിന് വരണ്ടാത്ത കുട്ടികൾ. അതിൽ എൻ്റെ പേരുണ്ടായിരുന്നു. അസ്ലക്, മഞ്ചേരി മെഡിക്കൽ കോളേജ്. ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ്. കോഴിക്കോട് നിന്ന് കയറി ഫറോക്ക് ഇറങ്ങി നേരെ വീട്ടിലേക്ക്, അവിടെ നിന്ന് നേരെ മഞ്ചേരിയിലേക്ക്. അങ്ങനെ ക്യാൻസലായ സ്പോട്ട് കഴിഞ്ഞ് വീട്ടിലെത്തുന്നു, നേരെ മഞ്ചേരിയിലേക്ക് തിരിച്ചു വരുന്നു. 4.5 വർഷം ഇവിടെ പഠിക്കുന്നു. ഇപ്പോൾ ഇതാ നിങ്ങളുടെ മുന്നിൽ ഡോക്ടറായിട്ട് നിൽക്കുന്നു, കൂടെ ഒരു ബയോളജി അധ്യാപകനും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നീറ്റിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. 2 ക്വാളിറ്റീസാണ് നിങ്ങൾ കൂടെ കൊണ്ടുപോകേണ്ടത്. ഒന്ന് ക്ഷമയാണ്, നല്ല പേഷ്യൻസ് വേണം അല്ലേ. ചില സമയത്ത് റാങ്ക് ഒന്നും ഇമ്പ്രൂവ് ആവുന്ന കാണില്ല, ചില സമയത്ത് എഫേർട്ട് ഇട്ടാലും മാർക്ക് കുറയുന്നതൊക്കെ കാണാം. പേഷ്യൻസോടെ ഡിസിപ്ലിനോടെ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ കാര്യം പ്രതീക്ഷയാണ്, ഹോപ്പ് വേണം. നല്ല റാങ്കൊക്കെ കിട്ടും, എനിക്കും കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ പഠിച്ചിട്ടൊക്കെ കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യൂ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷനൊക്കെ ഉഷാറാവട്ടെ. ഓൾ ദി ബെസ്റ്റ്.